എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി പരീക്ഷ എടുക്കുമ്പോൾ ചന്ദനത്തിരി കത്തിച്ച് മെഴുകുതിരി തെറ്റിച്ച് കർത്താവിനെ പറ്റിക്കാനുള്ള ഒരു ഷോ എന്നല്ലാതെ ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കാൻ തൻ്റെ ഉള്ള എത്ര പേരുണ്ട്? ജീവിതത്തിൽ എന്ത് രോഗവും എന്ത് സാമ്പത്തിക ഞെരുക്കവും എന്ത് പ്രലോഭനം വന്നാലും ഞാൻ എൻ്റെ തമ്പുരാനെ വിടില്ലെന്ന് പറയണവൻ്റെ പേരാ വിശ്വാസി. അല്ലാതെ ഷോ കാണിക്കുന്നവരുടെ പേരല്ലത്. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വികാരിയച്ഛൻ പെട്ടെന്ന് വീട് വെഞ്ചരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അമ്മച്ചി പോയി എല്ലാ മുറികളും പരിശോധിക്കും. കട്ടിൻ്റെ പുറത്ത് കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അമ്മച്ചി അത് എടുത്തു വെക്കാൻ സമയമില്ലെന്ന് തോന്നിയാൽ ചെയ്യണ ഒരു വിദ്യയുണ്ട്. എന്ത് ചെയ്യും? നിങ്ങൾ പലരും ചെയ്യണ വിദ്യയാണ്. ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് വല വീശണ പോലെ ഒറ്റ വീശാണ്, മൂടിയിടും. അടിപൊളിയാ. പുറമേ നോക്കുമ്പോൾ ഒന്നുമില്ല, ഒക്കെ അടിയില്ല. ഇനി മുറി വളരെ ഡിസോർഡർ ആണെങ്കിൽ അമ്മച്ചി പോയി കുറ്റിയിടും. അപ്പം അച്ഛാ മറ്റെല്ലാ മുറിയും ഓക്കെ, ഇത് പിന്നെ വെഞ്ചരിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു കള്ളത്തരത്തിൻ്റെ ബെഡ്ഷീറ്റുണ്ട്, ഒരു കുറ്റിയിടലുണ്ട്. എത്ര ധ്യാനം കൂടിയാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര കൊന്ത ചൊല്ലിയാലും നമ്മൾ സൗകര്യപൂർവ്വം മാറ്റിവെക്കുന്ന മൂടിയിടുന്ന കുറ്റിയിട്ട് ആരും കണ്ടില്ലെന്ന് കാണിക്കുന്ന ചില മുറികളുണ്ട്. അത് തുറക്കാത്തിടത്തോളം കാലം ഞാനും നിങ്ങളും ഗുണം പിടിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടത് ആ മുറിയാണ്. കർത്താവിന് വേണ്ടത് ആ മൂടിയിട്ടിരിക്കുന്ന സാധനം. തമ്പുരാനെ പറ്റിക്കുക ആരും വിചാരിക്കരുത്. ബൈബിളിൽ രക്തസ്രാവക്കാരി സ്ത്രീ സുഖം പ്രാപിച്ചതിൻ്റെ അത് അന്തസ്സോടെ അവളെ തൊട്ടു കർത്താവിനെ. അനേകർ അവൻ്റെ ചുറ്റും തിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോൾ ഒരുത്തി അവനെ തൊട്ടു എന്ന് കർത്താവ് റിപ്പോർട്ട് ചെയ്യുന്നു. ശിഷ്യന്മാർ പറഞ്ഞു ഒരുത്തിയല്ല, പല ആൾക്കാരും തൊട്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞല്ല, ഒരാൾ എന്നെ കാര്യമായിട്ട് തൊട്ടിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു സൈക്കോളജി ഉണ്ട്. ഇവിടെ ഇങ്ങനെ ചേച്ചിമാരോട് ചോദിച്ചറിയാം. ഒത്തിരി തിരക്കുള്ളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ചേട്ടൻ്റെ കയ്യോ കാലോ അറിയാതെ മേത്ത് കൊള്ളണതും ഒരു ചേട്ടൻ അറിഞ്ഞുകൊണ്ട് തോണ്ടണം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവോ? അമ്മച്ചിക്ക് മനസ്സിലാവുന്ന അമ്മച്ചി മനസ്സിലാവും. അങ്ങനെ ഒരു സിക്സ്ത് സെൻസ് സ്ത്രീ മഹാജനങ്ങൾക്കുണ്ട്. പുരുഷന്മാർ ശ്രദ്ധിക്കണം, നല്ലതാ, അത് മനസ്സിലാവും. ഇങ്ങനെ ഒരു സിക്സ്ത് സെൻസ് കർത്താവിനുണ്ടായിരുന്നു. അനേകർ അവൻ്റെ ചുറ്റും തട്ടിമുട്ടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തി അറിഞ്ഞുകൊണ്ട് മാന്തിയത് അല്ല തോണ്ടിയത് കർത്താവ് കൈയോടെ പിടിച്ചു. ഹല്ലേലൂയ. ഇത് വിശ്വാസത്തിൻ്റെ രണ്ട് തലമാണ്. ഒന്ന് സ്പർശിക്കുന്ന വിശ്വാസം, രണ്ടാമത്തേത് തിക്കും തിരക്കുണ്ടാക്കുന്ന വിശ്വാസം. കുറേ പേര് വെറുതെ തിക്കും തിരക്കുണ്ടാക്കിയിട്ട് നടക്കും, ഒരു ഗുണമില്ല. ഒരുത്തി തൊട്ടു. സ്പർശിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധീകരണത്തിലൂടെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതാണ്. സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവേ നീ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചറിയണമേ. പോലീസ് വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ സാറ് കയറി നോക്കിക്കോ എന്ന് പറയാൻ വീട്ടുടമസ്ഥന് ധൈര്യമുണ്ടാകണമെങ്കിൽ അവന് ഉള്ളിൽ വ്യക്തമായ ബോധ്യം വേണം, അന്യായമായതൊന്നും കള്ളത്തരമൊന്നും അകത്തില്ലെന്ന്. അങ്ങനെ പറയാൻ ധൈര്യമില്ലാത്തവൻ പോലീസിനോട് പറയില്ല അകത്ത് കയറി നോക്കാൻ. സങ്കീർത്തകൻ പറയുന്നു, കർത്താവേ നീ എൻ്റെ അകത്ത് കയറി പരിശോധിച്ചു നോക്ക്. ഞാൻ വിനാശത്തിൻ്റെ മാർഗത്തിലൂടെയാണോ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കർത്താവിനോട്, കർത്താവ് നീ കയറി നോക്ക്, എന്നിൽ എന്ത് ഫാൾട്ടാ നിനക്ക് പറയാനുള്ളത് നീ പറ. ഏതെങ്കിലും തിന്മ ഞാൻ ഉപേക്ഷിക്കാത്തതുണ്ടെങ്കിൽ നീ പറ. എൻ്റെ വീട്ടിൽ അന്യായമായത് വല്ലതും കിടപ്പുണ്ടെങ്കിൽ പറ. പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെ ധ്യാനിച്ചാലും നിങ്ങളുടെ തലയിൽ ആര് കൈവച്ചാലും നിങ്ങൾ ഈ മുറികൾ തമ്പുരാന് വേണ്ടി തുറന്നിടാത്തിടത്തോളം കാലം, നിങ്ങൾ മൂടി വെച്ചിരിക്കുന്നവ തമ്പുരാന്റെ സന്നിധിയിൽ തുറന്നു വെക്കാത്തിടത്തോളം കാലം നമ്മളൊന്നും അനുഗ്രഹിക്കപ്പെടില്ല. ഓട്ടക്കലത്തിൽ അങ്ങനെ വെള്ളം നിറയില്ല. ഇടിവെട്ടി മഴ പെയ്താലും പാത്രം കമഴ്ത്തി വെച്ചാൽ ഓട്ടക്കലമാണെങ്കിൽ വെള്ളം നിറയില്ല. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പാപത്തിന്റെ മേഖലകളിലേക്ക് കണ്ണെത്തണം. അതാണ് ധ്യാനം. നിനക്കൊരു കുറവുണ്ടെന്ന് ആ യുവാവിനോട് ഈശോ പറഞ്ഞു. അന്ന് വരെ അവനെ കുറിച്ച് ഭയങ്കര മതിപ്പായിരുന്നു.
അവൻ 10 കൽപ്പനകൾ പാലിക്കുന്നവൻ മിടുക്കൻ. അങ്ങനെ പറഞ്ഞവനോട് ഈശോ പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. ചേച്ചി, ചേട്ട, അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് ദൈവ തിരുമുൻപിൽ ഏറ്റവും വിലമതിക്കുന്ന നന്മ ഏതാണെന്ന് ചോദിച്ചാൽ നിനക്ക് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നന്മയാണത്. ദൈവ തിരുമുൻപിൽ ഏറ്റവും വിലമതിക്കുന്ന നന്മ, നീ ഏത് പാപം ഉപേക്ഷിക്കാനാണോ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് അത് ഉപേക്ഷിക്കുന്നതാണ്. ദൈവ തിരുമുൻപിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി ലൂർദിൽ കൊന്ത ചൊല്ലി നടക്കുന്നതിനേക്കാൾ വലിയ പുണ്യം എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റും. എപ്പോൾ? ദൈവ തിരുമുൻപിൽ ശ്രദ്ധിക്കപ്പെടുന്ന നന്മ ലൂർദിൽ കല്ല് വിരിച്ച് മുട്ടുകുത്തി കൊന്ത ചെല്ലുന്നതാകില്ല. ചിലപ്പോൾ അടുത്തിരിക്കുന്ന ഭർത്താവിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതാകാം, അമ്മായിയമ്മയോടുള്ള വെറുപ്പ് മാറ്റുന്നതാകാം, ജീവിത പങ്കാളിയെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നതാകാം, മക്കൾക്ക് സന്തോഷത്തോടെ വെള്ളം കൊടുക്കുന്നതാകാം, ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതാകാം. ദൈവ തിരുമുൻപിൽ വിധവയുടെ കൊച്ചു കാണിക്ക അവൻ്റെ കണ്ണിലെ തിളക്കം കൂട്ടി എന്ന് പറയുന്നത് ഏതാ? നമ്മൾ അതാ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ കണ്ണിൽ തിളക്കം കൂട്ടുന്ന നന്മ ചെയ്യണം. അത് നമുക്ക് ഉപേക്ഷിക്കാൻ ഏറ്റവും പാടുള്ള തിന്മയാകാം, ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നന്മയാകാം. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ നമ്മുടെ അപ്പച്ചന്മാരും ചേട്ടന്മാരും യുവാക്കളും ഏറ്റവും ഡിസിപ്ലിനായിട്ട് എവിടെ നിൽക്കണമെന്നാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ബിവറേജിൻ്റെ മുമ്പിൽ അല്ലേ? എന്തൊരു ഡിസിപ്ലിനായ ക്യൂ ആണത്. നിരനിരയായി വരിയായി. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്, മുണ്ട് അഴിച്ചിട്ടിട്ടാണോ നിൽക്കണേന്ന്. ഭയങ്കര ഭക്തിയാണ്. ഒരാൾക്ക് പോലും പള്ളിയിലെങ്ങും പ്രസംഗം നീണ്ട ചേട്ടൻ്റെ സ്വഭാവം മാറും. ഈ നട്ടപ്പറ വെയിലത്ത് എത്ര മണിക്കൂർ നിന്നാലും ഒരു കുഴപ്പമില്ല. കൈ കൂപ്പിയിട്ടുണ്ടോയെന്ന് പലപ്പോഴും ഞാൻ നോക്കാറുണ്ട്. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഇതെപ്പം കിട്ടാവോ എന്ന രീതിയിൽ ഒറ്റ നിപ്പാണ്. അത്രയ്ക്ക് ഭയഭക്തി ജനകമായ രഹസ്യങ്ങളാണ് അവിടെ കൂതാശിയപ്പെടുന്നത്. ചേട്ടനെ സംബന്ധിച്ച് അത് കിട്ടിയില്ലെങ്കിൽ ചത്തുപോകും. ചേട്ടൻ്റെ ദൈവം മദ്യമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. അത് കിട്ടാത്തിടത്തോളം കാലം അതിൻ്റെ പരവശം കാണിക്കും. ഇത് കാണുമ്പോൾ ചേച്ചി ചിന്തിക്കണം, ഇത് വെറുതെ കുടിക്കാനുള്ള ഒരു ദാഹം അല്ല. ദൈവത്തെ മറന്ന മനുഷ്യൻ്റെ ഒരു പൊട്ടക്കിണർ അനുഭവമാണ് മദ്യം. ചേച്ചിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഇത്രയും കാലം ഈ ചേട്ടൻ കൂടെ കൂടിയിട്ടും ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തിൽ നിന്നും കുടിക്കാൻ പറ്റാത്തതിൻ്റെ ആ ദാഹം, ആ ദുഃഖം തീർക്കാൻ ചേട്ടൻ പോയി കുപ്പി മേടിക്കുന്നു, കുടിക്കുന്നു. ഇന്നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ പറയാണ്, എൻ്റെ അച്ഛ, നിങ്ങളുടെ എല്ലാവരുടെയും കംപ്ലൈൻറ്റ് ഞാൻ കുടിക്കുന്നു എന്നുള്ളതല്ലേ? അതെ. അച്ഛൻ ഈ കസേരയിൽ 10 മിനിറ്റ് ഇരുന്ന്. ഞാൻ പറഞ്ഞു, ഇരിക്കാം. ഇവളുടെ പ്രസംഗം ഒരു 10 മിനിറ്റ് കേൾക്കാമോ? അച്ഛനും പോയി കുടിക്കും. എന്നോട് പറയാം, ഞാൻ 5 മിനിറ്റ് പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുടിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഞാനതിനിറങ്ങി തോന്നുന്നു. ചില ചേട്ടന്മാർ കുടിക്കുന്നതിൻ്റെ മുഴുവൻ പുണ്യം ചില ചേച്ചിമാർക്കുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ മറ്റ് ചില ഭൂഖണ്ഡങ്ങളിലെ കാര്യമാണ് പറയണത്. നിങ്ങളൊന്നും അങ്ങനെ ആരും ഇവിടെ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചേച്ചിമാരുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ പറയും, നല്ല ചേച്ചിമാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ പൊട്ടക്കിണറ്റിലേക്ക് ചാടിയെങ്കിൽ അതൊരു സൂചനയാണ്. ശക്തമായ ദൈവാനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ വ്യക്തി മദ്യപിക്കില്ല. 1 യോഹന്നാൻ 2:15 പറയുന്നതാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടാകില്ല. ആ വ്യക്തി ആ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ തടസ്സം എന്ന് പറയുന്നത് ഈ മദ്യപാന ആസക്തിയാണ്. മദ്യപിച്ച് അത് നടക്കുന്നുണ്ട്. ആ വ്യക്തിയിൽ ദൈവകൃപ, ദൈവസ്നേഹം നിറയുന്നില്ല. ഇന്നാളൊരു യുവാവ് പറഞ്ഞു, അവൻ മയക്കുമരുന്നിന് അടിമയാണ്. ചേട്ടാ, എന്താണ് കാരണം? എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ അച്ഛ, ഇത് കുത്തിക്കഴിഞ്ഞാൽ ചൊവ്വാ ഗ്രഹത്തിലൂടെ യാത്ര ചെയ്യാമെന്ന്. എൻ്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ഇപ്പം ചൊവ്വയില്ല, ബുധനുമില്ല, വ്യാഴമില്ല, ബോധമില്ല. കണ്ടില്ലേ? അവൻ അങ്ങനെ എന്തോ ഒരു ദാഹം ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മുടെ യുവതിയുവാക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രായപൂർത്തിയാകുന്നതോടെ ഈ ഉള്ളിൽ കിടക്കുന്ന ദാഹം
ഈ അസ്വസ്ഥത എന്താണ് ആക്ച്വലി? അത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ശക്തമായ ദൈവാനുഭവം കുടുംബത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവൾ ആര് തോണ്ടി വിളിക്കണോ അവൻ്റെ കൂടെ ഇറങ്ങി ഓടും. ഇന്നാളൊരു പെങ്കൊച്ച എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, അവനെ എങ്ങനെ ഞാൻ പ്രേമിക്കാതിരിക്കും? അവൻ പറയണത് ആ ജാതി ഡയലോഗല്ലേ. ഞാൻ ചോദിച്ചു, ഏത് ജാതിയാണത്? അപ്പോൾ അവൾ പറയണത്, അവൻ ഫോൺ എടുക്കുമ്പോൾ തൊട്ട്, എനിക്ക് ഫോൺ സമ്മാനമാണ്, അവൻ ചാർജ് ചെയ്യും, ഫോൺ എടുക്കുമ്പോൾ തൊട്ട് പറയും പുന്നാരേ, ചക്കരക്കുട്ട, മുത്തേ. പിന്നെ ഷേക്സ്പിയറിൻ്റെ നോവലിലെ ചില ഡയലോഗൊക്കെയാണ് അടിക്കുന്നത്. എൻ്റെ അച്ഛ, അത് കേട്ട ഏത് പെണ്ണും വീഴുവച്ചാ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ പെൺപിള്ളേർ ചെറുക്കന്മാരെ പ്രേമിക്കുന്നത് അവർ BMW കാറൊന്നും മേടിച്ചു കൊടുത്തുകൊണ്ടല്ല, 10 ലക്ഷം രൂപ സമ്മാനം കൊടുത്തുകൊണ്ടല്ല. ഇങ്ങനെ ചില വിളികളുടെ പുറത്താണ് ഓടിപ്പോണത്. ഞാനതുകൊണ്ട് ഈ യുവജനങ്ങളുടെയും ക്രിസ്ത്യൻ ധ്യാനത്തിനൊക്കെയും പിള്ളേരെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഉറക്കെ വിളിപ്പിക്കും, പുന്നാരേ. ഇനി അങ്ങനെ വല്ല കൊതി മാറാതെ അത് മാറട്ടെ എന്ന് ഓർത്തിട്ട് അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് വൈകുന്നേരം ആകുമ്പോൾ കൊച്ചു പിള്ളേരെ അടുത്ത് വിളിച്ചിട്ട് പുന്നാരേ, ചക്കരക്കുട്ട, മുത്തേ എന്നൊക്കെ വിളിച്ച് കളിച്ചാൽ കൊച്ചു പറമ്പിലും പരിസരത്തൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുന്നതോട് കൂടെ ഇറങ്ങിപ്പോവും. ഹല്ലേലൂയ. അതിനെവിടെ സമയമല്ലേ? ഇന്നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മച്ചി കരഞ്ഞ് പിഴിഞ്ഞ് മോന്ത വീർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് എന്ത് പറ്റി? അമ്മച്ചി പറഞ്ഞു, രഘു മരിച്ചുപോയി. ഞാൻ ഏത് രഘു? കൊച്ചു പറയാണ്, സീരിയലിലെ രഘുവാണെന്ന്. പല അമ്മമാരുടെയും വേദന ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. പകൽ കിടന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കുക. ഒരിക്കലും ജനിക്കാത്ത, ഒരു കഷ്ടപ്പാടില്ലാത്ത ഏതോ രഘുവിന് വേണ്ടിയിട്ടാണ് മൊത്തം കരച്ചിൽ. എന്നാൽ ക്ലാസ്സിൽ പോയ കൊച്ചിന് വേണ്ടി മുട്ടുകുത്തി ഒരു കരണക്കൊന്ത ചൊല്ലരുത്. ഒരു വീട്ടിൽ 2 TV ആണ്. കാരണം ഒരേ സമയത്ത് 2 സീരിയൽ. എങ്ങനെ കഥ മനസ്സിലാക്കാൻ പറ്റും? അങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് ഓടും, അങ്ങോട്ട് ഓടും. ഞാൻ പറഞ്ഞു, ഈ തള്ളയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പിന്നല്ലാണ്ട് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇങ്ങനെയുള്ള അമ്മമാർക്ക് വട്ട് പിടിക്കണം നല്ലത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാണ്. ഹല്ലേലൂയ. നമ്മളുടെ കുടുംബങ്ങളുടെ അടിത്തറ ഇളകുന്നത് ഇങ്ങനെ പല കാര്യങ്ങളുമാണ്. ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം TVയും മദ്യവും പുകവലിയും മറ്റ് ഷോപ്പിങ്ങും അങ്ങനെ പല കാര്യങ്ങളും കവർന്നെടുക്കുകയാണ്. ഉറക്കെ പറയാമോ ഹല്ലേലൂയ. നാളെ ഒരുത്തനെ കണ്ടു, അവനൊരു ലവ് ലെറ്റർ എഴുതിക്കൊണ്ട് ഓടാണ്. ചെങ്ങളുടെ പോണെ കുറച്ച് ഫോട്ടോ കോപ്പി എടുക്കാൻ പോകണമെന്ന്. ഫോട്ടോ കോപ്പിയോ? അതേ അച്ഛാ, ഈ നാട്ടിൽ സ്നേഹം കിട്ടാതെ ഒരു കൊച്ചു പോലും വേദനിക്കാൻ പാടില്ല. അവൻ ലവ് ലെറ്റർ എഴുതി ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഓരോരുത്തർക്കും ഓരോ കോപ്പി കൊടുക്കും. എന്നിട്ട് അവർ നിനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ആരോടും പറയരുതെന്ന് പറയും. അവളത് ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ഹോ 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 ഹാ ഹാ വട്ടി പൊട്ടി പെണ്ണു എന്നല്ലാതെ എന്താ പറയണത്? തിരുനാളിൻ്റെ നോട്ടീസ് കൈ കിട്ടണം ആരെങ്കിലും പറയുമോ ഇതെനിക്ക് വേണ്ടി മാത്രം വികാരിയച്ഛൻ അടിച്ചതാണെന്ന്? അങ്ങനെ പറയാണ് മന്ദബുദ്ധിയാണ്. 10,000-2000 കോപ്പി അടിക്കണേൽ ഒരു കോപ്പി അവൾക്ക് കിട്ടിയെന്ന് മാത്രമേ. ഇന്നാളൊരുത്തന്നെ കണ്ട, അവൻ്റെ മുഖം മുഴുവൻ പൊട്ടി പൊടിഞ്ഞിരിക്കും. ഞാൻ എന്ത് പറ്റി? അച്ഛനാ പോസ്റ്റ് കണ്ടു, ഞാനത് കണ്ടില്ലെന്ന്. പ്രേമിക്കേണ്ട പെണ്ണിനോട് ശൃംഗരിച്ചുകൊണ്ട് ഓടിയതാണ്, ഒറ്റ തൊഴി. ഷേപ്പ് ഫുള്ള് പോയി, നല്ല ഷേപ്പായിരുന്നു, എല്ലാം പോയി. ഇന്നാളെ ലൂർദ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ ഒരു 18കാരി കൊണ്ടുവന്നിരിക്കുകയാണ്. 2 വിരല് കാണാനില്ല, സാമ്പാറിനരിഞ്ഞതാണ്. ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഹാ ഹൂ ഹി മോയെ. എൻ്റെ പൊന്നെ, പ്രേമിക്കണ പിള്ളേരുടെ കയ്യിലൊന്നും കത്തിയും കടാരയും തോക്കൊന്നും കൊടുക്കരുത്, ആർക്കിട്ടും വെടി കിട്ടും. ഈ പ്രേമത്തിന് കണ്ണില്ലെന്ന് പറയണത് കറക്റ്റാണ്. ഒരു ബോധമില്ല. പ്രകൃതി പ്രപഞ്ചം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങിക്കൂടും. ദൈവം പോലും മാറി നിൽക്കും. അതാണത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പൊട്ടക്കിണറുകളിൽ നമ്മുടെ കുട്ടികൾ ചെന്ന് ചാടാതിരിക്കണമെങ്കിൽ ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ അവരനുഭവിക്കണം. അതുപോലെയുള്ളൊരു പ്രാർത്ഥന അന്തരീക്ഷം, വിശ്വാസ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഒന്ന് വലുതരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും കഴിയില്ല നിൻ സ്നേഹമെൻ ജീവരാഗം നാദാ, നിൻ ജീവനെൻ സൗഖ്യതീർത്ഥം. സ്നേഹിച്ചു പോയി ഞാൻ ഈശോ, ഒരു നാളും
വയ്യ നിന്നോളം സ്നേഹമില്ലാർക്കും. നിന്നോടു ഞാൻ ചേർന്നു നിന്ന്